നമസ്തേ. ഇന്ന് നമ്മൾ വിശാരദ ഉത്തരാർദ്ധ സെക്കൻഡ് പേപ്പറിലുള്ള ഏകാംഗിയാണ് നോക്കാൻ പോകുന്നത്. ഏകാംഗിയിൽ ആദ്യമുള്ളത് സൂര്യോദയ് എന്നുള്ളതാണ്. സൂര്യോദയ് എന്നുള്ള ഏകാംഗി എഴുതിയിരിക്കുന്നത് ശ്രീ കമലാകാന്ത് വർമ്മയാണ്. ശ്രീ കമലാകാന്ത് वर्मा की एकांगी सूर्योदय ऐतिहासिक है. കമലാകാന്ത് വർമ്മ എഴുതിയിരിക്കുന്ന ഈ ഏകാംഗി സൂര്യോദയ എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളതാണ്. ഇസ്കി കഥാവസ്തു സാമ്രാട്ട് സമുദ്രഗുപ്ത കെ സമയക്കാഥ. ഇതിൻ്റെ കഥാവസ്തു ചക്രവർത്തി സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. കലാക മൂല്യ സമജാന ഇസ് ഏകാംഗിക്ക് പ്രമുഖ ലക്ഷ്യ. കലയുടെ വില എന്തെന്ന് മനസ്സിലാക്കലാണ് ഇതിലെ പ്രധാന ലക്ഷ്യം. ആചാര്യ ശശാങ്കെ കലാക്കെ സാമനെ സാമ്രാട്ട് സമുദ്രഗുപ്ത ഹാർ മാനെ ലേത്തെ ഹെ. ആചാര്യ ശശാങ്കിൻ്റെ കലയുടെ മുന്നിൽ ചക്രവർത്തി സമുദ്രഗുപ്തൻ തോറ്റു പോവുകയാണ് ഈ കഥയിലൂടെ പറയുന്നത്. സാമ്രാട്ട് സമുദ്രഗുപ്ത ഭാരത് കെ ഏക് പ്രസിദ്ധ സാമ്രാട്ട് थे. സാമ്രാട്ട് സമുദ്രഗുപ്ത ഭാരതത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയായിരുന്നു. ഉൻകാ രാജ്യ ലക്ഷ്മി ഔർ സരസ്വതി ദോനോ കി കൃപാ സെ ഭർപൂർ था. അദ്ദേഹത്തിൻ്റെ രാജ്യം ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും കൃപാകടാക്ഷം കൊണ്ട് നിറഞ്ഞതായിരുന്നു. വേ കലാക്കെ ആദർ കർത്തെ. കലയെ ആദരിച്ചിരുന്നു. കലാകാരോं का ആദർ കർണ ചാഹത്തെ थे. കലാകാരന്മാരെ ആദരിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്നെ രാജ്യസഭാമേം കലാകാരോं को സഭാരത്ന കെ രൂപമേം നിയുക്ത കർത്തെ थे. തൻ്റെ രാജ്യസഭയിൽ കലാകാരന്മാരെ സഭാരത്നം എന്നുള്ള രൂപത്തിൽ നിയമിക്കുകയും ചെയ്തിരുന്നു. उनके राज्यसभा में सभारत्न बनना पाना कलाकारों के लिए बहुत ही महत्वपूर्ण और सौभाग्यपूर्ण विषय माना जाता था. അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ സഭാരത്നം എന്നുള്ള ഒരു പദവി കിട്ടുക എന്നുള്ളത് കലാകാരന്മാർക്ക് വളരെയധികം മഹത്വപൂർണവും സൗഭാഗ്യപൂർണമായ വിഷയമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വേ കലാകാരോं का ആദർ കിയാ കർത്തെ थे. കലാകാരന്മാരെ അദ്ദേഹം ആദരിച്ചിരുന്നു. അപ്നി ആജ്ഞാ കാ പാലൻ ന കർനെ വാലോं को ദണ്ഡ് ഭി ദിയാ കർത്തെ. താൻ പറയുന്ന ആജ്ഞ പാലിക്കാതിരുന്നാൽ അവർക്ക് ശിക്ഷയും അദ്ദേഹം കൊടുത്തിരുന്നു. നിർജരണി സഭാരത്ന ബനി. നിർജരണി എന്നുള്ള ഒരു നർത്തകി സമുദ്രഗുപ്തൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രസിദ്ധ സഭാരത്നമായി തീരുന്നു. നിർജരണി ഉസ് പ്രാന്തക്ക് പ്രസിദ്ധ നർത്തകി थी. ആ പ്രദേശത്തുള്ള ഒരു പ്രസിദ്ധമായ നർത്തകിയായിരുന്നു നിർജരണി. ഉസ്കി നൃത്യസെ ലോക അപ്ന ആപ്കെ ഭൂൽ ജാത്തെ. അവളുടെ നൃത്തം കാണുമ്പോൾ ജനങ്ങൾ സ്വയം മറന്നു പോകുമായിരുന്നു. അപ്ന കലാക ആദർവ് സ്വയം കിയാ കർത്തി. തൻ്റെ കലയുടെ ആദരവ് സ്വയം ചെയ്യുമായിരുന്നു. ഉസ്കി ക്ഷമതാസെ പരിചിത് ഹോനേസെ സമുദ്രഗുപ്ത ഉസെ അപ്ന സഭാരത്ന ബനാന ചാഹത്തെ थे. തൻ്റെ ക്ഷമതയുടെ അവളുടെ ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടി സമുദ്രഗുപ്ത സഭയിലെ സഭാരത്നമാക്കാനായി ആഗ്രഹിച്ചിരുന്നു. നിർജരണി സഭാരത്ന ബന്ന നഹി ചാഹത്തി थी. എന്നാൽ നിർജരണിക്ക് സഭാരത്നമാകുന്നതിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഉസ്കെ ലിയേ ബഹുത്തോ സമ്മാൻ നഹി അനാദർ കി ബാത് थी. അത് ഒരു ആദരവല്ല, അതിനെ അനാദരവാണ് എന്ന് കണക്കാക്കിയിരുന്നു. വ അപ്നി സഖി മഞ്ജരി സെ കഹത്തി ഹെ രത്ന ബൻകർ ആജ് സംസാർ മേ മുझे ഖരീദന ചാഹത്തെ ഹെ. അവൾ തൻ്റെ കൂട്ടുകാരിയായ മഞ്ജരിയോട് പറയുമായിരുന്നു, സഭാരത്നമായിക്കൊണ്ട് ഇന്ന് ഈ ലോകത്ത് എന്നെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ലേക്കിൻ സാമന്ത് ചന്ദ്രസേൻ കെ അനുരോധ് പർ വ സഭാരത്ന ബൻ ജാത്തി ഹെ. സാമന്ത് ചന്ദ്രസേൻ്റെ ആ ഒരു അനുരോധത്തിലൂടെ അവൾ എന്ത് ചെയ്തു? സഭാരത്നമാകാൻ തീരുമാനിച്ചു. വ ബരി राज्यसभा में अपनी कला की प्रदर्शनी करती है और राजा उसे मौक्तिक माला भेंट करती है. അവൾ നിറഞ്ഞ സദസ്സിൽ വെച്ച് രാജ്യസഭയിൽ തൻ്റെ കല പ്രദർശിപ്പിക്കുകയും രാജാവ് അവൾക്ക് മുത്തിൻ്റെ ഒരു മാല സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ആചാര്യ ശശാങ്ക്. ആചാര്യ ശശാങ്ക് സമുദ്രഗുപ്ത കെ രാജ്യ കെ ഏക് പ്രസിദ്ധ വാദ്യ കലാകാർ थे. ആചാര്യ ശശാങ്കൻ സമുദ്രഗുപ്തൻ്റെ രാജ്യത്തിലെ പ്രസിദ്ധനായ ഒരു വാദ്യ കലാകാരനായിരുന്നു. മൃദംഗവാദന്മേ വേ പ്രവീൺ थे. മൃദംഗ വായനയാണ് വളരെയധികം കഴിവുള്ളത്. ഗാൻമേ ബി വേ ബഹുത് ഹി ഉച്ചകോടി കെ കലാകാർ थे. പാട്ടിലും വളരെയധികം ഉയർന്ന ഒരു കലാകാരനായിരുന്നു. की സാധന കോ വേ ഈശ്വർ കി ആരാധന മാനത്തെ थे. കലയെ ആദരിക്കുക എന്നുള്ളത് ഈശ്വരനെ ആരാധിക്കുന്നതിന് തുല്യമായിട്ടാണ് ആചാര്യ ശശാങ്ക് കണക്കാക്കിയിരുന്നത്. വേ സഭാരത്ന പതുക്കോ കലാക അപമാൻ സംജത്തെ. കലാരത്ന സഭയിലെ രത്നമാവുക എന്നർത്ഥം കലയെ അപമാനിക്കുക എന്നുള്ളതിന് തുല്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നിർജരണി കാ സഭാരത്ന സമ്മാൻ അപ്നാന ഉനെ അച്ഛാ നഹി ലഗ. നിർജരണി സഭാരത്നത്തിൻ്റെ ആദരവ് സ്വീകരിച്ചത് ആചാര്യ ശശാങ്കിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വേ ദൃഢ സങ്കല്പ കർ രഖേ थे कि किसी भी हालत में वे സഭാരത് സമ്മാൻ ഗ്രഹൺ നഹി കരേംഗെ. അദ്ദേഹം ദൃഢമായി ഒരു സങ്കല്പം വെച്ചു, എന്തവസ്ഥ വന്നാലും ഞാൻ ഈ സഭാരത്നത്തിൻ്റെ ആദരവ് സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും
ചെയ്തു. ആചാര്യക്കു മൃത്യുദണ്ഡ്. ആചാര്യ ശശാങ്കിന് മരണശിക്ഷ വിധിക്കുന്നു. ആചാര്യ ശശാങ്ക് സഭാരത്ന ബന്ന നഹീ ചാത്തേ थे. ആചാര്യ ശശാങ്കൻ സഭാരത്നമാകാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. വേ തോ ഉസേ കലാ കാ അപമാൻ സമझते इसलिए वे उसे मना करते थे. കലയെ അപമാനമായി കണക്കാക്കുകയും അതിനാൽ അതിനെ എതിർക്കുകയും ചെയ്തു. സാമന്ത് ചന്ദ്രസേൻ കെ സമജാനെ പർ വേ അപ്നെ നിശ്ചയ സേ ഹിൽ നഹി രഹേ. സാമന്ത് ചന്ദ്രസേൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും തൻ്റെ നിശ്ചയത്തിൽ നിന്നും ഒരിക്കലും മാറിയില്ല. ഇസ് കാരണം ചന്ദ്രസേനെ ഉനെ ബന്ദി ബനാക്കർ ബരി സഭാമേ ഉപസ്ഥിത് കിയ. അതുകൊണ്ട് ചന്ദ്രസേൻ നിറഞ്ഞ സദസ്സിലേക്ക് ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നു. ബരി സഭാമേ മുനോനെ രാജസമ്മാൻ കോ ഏക് ബാർ ഫിർ തിരസ്കൃത ക്രിയ. രാജകൊട്ടാരത്തിൽ വെച്ച് തന്നെ ഈ ഒരു ആദരവ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുകയും ചെയ്തു. രാജാനെ ആദേശിച്ച രാജാവ് തീരുമാനിച്ചു. കൽ സൂര്യോദയ സേ പൂർവ്വ ആചാര്യ ശശാങ്ക് പർവ്വത കെ സർവോच्च शिखर से നദി മേ ഫേങ്ക് ദിയാ ജായേഗ. ആചാര്യന് കൊടുത്ത ശിക്ഷ ഇതായിരുന്നു: നാളെ രാവിലെ സൂര്യോദയത്തിന് മുൻപ് പർവ്വതത്തിൻ്റെ ഉയർന്ന കൊടുമുടിയിൽ നിന്നും നദിയിലേക്ക് താഴത്തേക്ക് തള്ളിവിടും, അതായത് എറിഞ്ഞു കൊല്ലും എന്നുള്ളതായിരുന്നു വിധിച്ച ശിക്ഷ. ആചാര്യനെ കഹാ പർവ്വത കെ സർവോच्च शिखर पर से मैं अपने विश्वास की जय घोषणा कर सकूंगा. ആചാര്യൻ പറഞ്ഞത് ഇതായിരുന്നു: പർവ്വതത്തിൻ്റെ എത്ര കൊടുമുടിയിൽ കയറി നിർത്തി എനിക്ക് മരണശിക്ഷ വിധിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് ജയാരവം മുഴക്കുക തന്നെ ചെയ്യും. മുജേ ഇസ്കാ സന്തോഷ് ഹി നഹി ഉല്ലാസ് ബിഹേ. എനിക്ക് സന്തോഷമല്ല, വളരെ വലിയൊരു ഉല്ലാസമാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് അതിനുത്തരമായി പറഞ്ഞു. കലാക്കി ജീത്ത്. കല വിജയിക്കുന്നു. ആചാര്യ ശശാങ്കി ദൃഢത സേ നിർജരനി കാ മൻ ബദൽ ജാത്ത. ആചാര്യ ശശാങ്കിൻ്റെ അദൃഢതയിൽ നിർജരണിയുടെ മനസ്സ് മാറിപ്പോകുന്നു. വ സഭാരത്ന സമ്മാൻ അപ്നാനേക്ക് അപ്നി കൃതി പർ പച്താനെ ലഗ്തി ഹേ. താൻ അങ്ങനെ ഒരു ആദരവ് സ്വീകരിച്ചതിൽ വളരെയധികം പശ്ചാത്തപിക്കുന്നു. ഉസ്നെ निश्चय किया वह तो आचार्य शशांक को बचाएगी तो उसके साथ प्राण देगी. ആചാര്യ ശശാങ്കിനെ എന്നാൽ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം തൻ്റെ ജീവൻ ഇല്ലാതാക്കുമെന്ന് തീരുമാനിച്ചു. उसने अपना त्यागपत्र राजा के यहाँ भेज दिया और चंद्रसेन की अंगूठी दिखा പർവ്വത കെ ശിഖർ പർ സ്ഥിത് കാരാഗൃഹ തക് പഹുഞ്ച് ഗയി. അവൾ തൻ്റെ ത്യാഗപത്രം രാജാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ചന്ദ്രസേനിൽ ഒരു മോതിരം കാണിച്ചു കൊടുത്തുകൊണ്ട് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന കാരാഗൃഹത്തിലേക്ക് എത്തുകയും ചെയ്തു. പർവ്വത ശിഖർ പർ ഖൈദി കെ രൂപ മേ ആചാര്യ ശശാങ്ക് കോ ദേക്കർ ഉനെ ബച്ചാനെ കാ പ്രയത്ന കർനെ ലഗ്തി. പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഒരു തടവറയിലിരിക്കുന്ന ഒരാളുടെ രൂപത്തിൽ ആചാര്യ ശശാങ്കിനെ കണ്ടപ്പോൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചു. ലേക്കിൻ ഉനോനെ മനാ കർ ദിയ. അദ്ദേഹം ഒരു കാരണവശാലും അതിന് അംഗീകരിച്ചു കൊടുത്തില്ല. ഇസി ബീച്ച് സാമ്രാട്ട് സമുദ്രഗുപ്ത് വഹാം പഹുഞ്ച് ഗയെ. ഇതിനിടയിൽ സാമ്രാട്ട് സമുദ്രഗുപ്തൻ അവിടേക്ക് കടന്നു വന്നു. ആചാര്യ ശശാങ്ക് കാരാഗൃഹമേം സ്വർ സാധന കരുണെ ലഗെ. അവിടെ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് സാധന ചെയ്യുകയായിരുന്നു. സംഗീത കി സ്വരലഹരി സെ രാജ അപ്നെ ആപ്കോ ഭൂൽ ഗയെ. ആ സംഗീതത്തിൻ്റെ സ്വരലഹരിയിൽ രാജാവ് തന്നെ മറന്നുപോയി. ഉനേം ആചാര്യ ശശാങ്ക് കി ക്ഷമത കെ സാമനെ ഹാർ മാനപ്പെട. ആചാര്യ ശശാങ്കിൻ്റെ ആ ക്ഷമതയുടെ മുന്നിൽ, കഴിവിൻ്റെ മുന്നിൽ രാജാവ് തൻ്റെ തോൽവി സമ്മതിച്ചു. കലാക്കി ജീത്ത് ഹുയി. അപ്രകാരം കല വിജയിച്ചു. ആചാര്യ ശശാങ്ക് ജീത്ത് ഗയെ. ആചാര്യ ശശാങ്കനാണ് വിജയിച്ചത്. വിശേഷതായും സൂര്യോദയ കഹാനിക്ക് കഥാവസ്തു ഐതിഹാസിക് ഹെ. ഈ കഥയുടെ കഥാവസ്തു ചരിത്രപരമായിട്ടുള്ളതാണ്. സാമ്രാട്ട് സമുദ്രഗുപ്ത കെ സ്വഭാവ് കെ സാത്ത് കലാക്കി മഹിമ പർ പ്രകാശ് ഡാൽന നാടക പ്രഥം കാര്യരഹ. ചക്രവർത്തി സമുദ്രഗുപ്തൻ്റെ സ്വഭാവത്തോടൊപ്പം തന്നെ കലയുടെ മഹിമയെക്കുറിച്ച് ചിത്രീകരിക്കലാണ് ഇതിൽ പ്രധാനം. കഥാവസ്തു രുചികർ ഹെ. വളരെയധികം മനോഹരമാണ് ഇതിൻ്റെ കഥാവസ്തു. കഥോപകഥൻ സൂര്യോദയ ഏകാംഗി മേ കഥോപകഥൻ പാത്രാനുസാർ ഹോനേക്കെ സാത്ത് സാത്ത് സമയാനുസാർ ബി ഹെ. സൂര്യോദയ ഏകാംഗിയിൽ ഇതിൻ്റെ ഉള്ളടക്കം കഥാപാത്രങ്ങൾക്ക് അനുസൃതമാണ്, അതോടൊപ്പം തന്നെ സമയത്തിനനുസരിച്ചിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. പാത്രോം കി ഭാവനാവും കോ സ്പഷ്ട രൂപ സെ പ്രകട് കർത്തി. കഥാപാത്രങ്ങളുടെ മനോഭാവനകളെ ഇവിടെ സ്പഷ്ടമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉദ്ദേശ് കലാ കാ മഹത്വ സമജാന ഇസ് ഏകാംഗി കാ ഉദ്ദേശ് രഹ. കലയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കലാണ് ഈ ഏകാംഗിയുടെ ഉദ്ദേശം. അപ്നെ ഇസ് ഉദ്ദേശ് കി പൂർത്തി മേ ഏകാംഗികാർ പൂർണ്ണ രൂപ സെ സഫൽ സിദ്ധ ഹുയെ. ഈ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് ഏകാംഗികാർ മുഴുവൻ രീതിയിൽ വിജയിക്കാനായി കഴിയുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും
അമർത്താനും മറക്കരുത്.